നമുക്ക് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ സ്ക്രീനിലുള്ള ഓരോ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം ബേസിക്കലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിഫോൾട്ടായിട്ടൊരു ബിൽ നമ്പർ വന്നിട്ടുണ്ടാവും, ദെൻ ഡേറ്റ്, ദെൻ B2C, B2B, മെയിൻ റൂട്ട്, B2CL, DC എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ B2C, B2B, B2CL എന്ന് പറയുന്നത് GST ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഫോർമാറ്റ്സ് ആണ്. B2C എന്ന് പറയുന്നത് ബിസിനസ് ടു കസ്റ്റമർ, ഡയറക്റ്റ് കസ്റ്റമറിന് നമുക്ക് ബില്ല് ചെയ്യാനുള്ള ഓപ്ഷനാണ്. B2B എന്ന് പറയുന്നത് GST ഉള്ള കസ്റ്റമറിന് നമുക്ക് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. പിന്നെ ഈ മെയിൻ റൂട്ടൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് GST ഇൻവോയ്സ് അല്ലാതെ നമുക്ക് അല്ലാത്ത ഇൻവോയ്സുകൾ, ഇപ്പോൾ കോമ്പോസിഷൻ ടാക്സ് അല്ലെങ്കിൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. DC എന്ന് പറയുന്നത് ഡെലിവറി ചെല്ലാൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതായത് നമ്മൾ ഇൻവോയ്സ് ചെയ്യുന്നില്ല, അതിന് പകരം ഗുഡ്സ് മാത്രം കൊടുത്തു വിടുന്നു, പിന്നെ ഫ്യൂച്ചറിൽ ഇൻവോയ്സ് ചെയ്യും. അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് DC ജനറേറ്റ് ചെയ്യാം. ഓരോന്നും ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് വരും. B2Cക്കും B2Bക്കൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫോർമാറ്റ് ഉണ്ടാവും. ഈ മെയിൻ റൂട്ട് അതിനൊക്കെ നമുക്ക് ടാക്സ് ഇല്ലാത്ത ഒരു ഫോർമാറ്റ് ആയിരിക്കും അതിൽ കാണിക്കുക. DCക്ക് ഡെലിവറി ചെല്ലാൻ്റെ ഒരു ഫോർമാറ്റ്, അത് B2B, B2C പോലെ തന്നെയാണ്, ഡെലിവറി ചെല്ലാൻ എന്ന് പറയുന്ന ഒരു പേരിൽ വരുന്നു എന്ന് മാത്രം. പിന്നെ ഈ ഡിഫോൾട്ട് എന്ന് കാണുന്ന ഈ സ്ഥലത്ത് നമുക്ക് പല സീരീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ബിൽ നമ്പർ സീരീസ്, ഡിഫറെൻറ്റ് സീരീസ് ഓരോ സെറ്റിനും നമുക്ക് പ്രത്യേകമായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. യൂഷ്വലി ഡിഫോൾട്ടായിരിക്കും കിടക്കുക. അത് ഫ്യൂച്ചറിൽ നമുക്ക് വേറൊരു വീഡിയോയിൽ അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ P3, P1, P2, P3, P4, P5 5 ഡിഫറെൻറ്റ് പ്രൈസിങ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് ഇന്ന പ്രൈസിലാണ് നമുക്ക് ബില്ല് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പ്രീസെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമറെ ഇവിടെ ചൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൈസിങ് വന്ന് നിന്നോളും. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു സ്റ്റാഫിന് ഡിഫറെൻറ്റ് പ്രൈസിങ്ങിനെ പറ്റി ധാരണയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീസെറ്റ് ചെയ്തതിൽ വെക്കാം. അത് വെച്ചിട്ട് അയാളോട് P2ൽ ബില്ല് ചെയ്താൽ മതി അല്ലെങ്കിൽ P3ൽ ബില്ല് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അയാൾ P3 ചൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി P3യുടെ പ്രൈസിങ് എല്ലാ പ്രോഡക്റ്റിനും സെറ്റ് ആയിക്കോളും. ദെൻ സെയിൽസ്മാൻ ഏത് സെയിൽസ്മാനാണ് ഈ സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ അക്കൗണ്ട് സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് സെയിൽസ് പോകുന്ന സമയത്ത് ഈ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഫ്യൂച്ചറിൽ അവർ പേയ്മെൻറ്റ് തരുന്ന സമയത്ത് നമുക്കത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. അതുപോലെ അയാൾ ഇനി എത്രയാണ് ബാക്കി തരാനുള്ളത്, എത്ര പേയ്മെൻറ്റ് തന്നു, അതുപോലെ അവരുടെ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഫോൺ നമ്പർ, കസ്റ്റമറിൻ്റെ പേര്, അഡ്രസ്സ്, ഇത്രയും ഫീൽഡാണ് നമുക്ക് സെയിൽസിൽ ആവശ്യമുള്ളത്. പിന്നെ ഐറ്റംസ് ആണ് ഈ താഴെ കാണുന്ന ഈ 3 ബോക്സുകളും പ്രോഡക്റ്റ് എൻ്റർ ചെയ്യാനുള്ള, ഏത് പ്രോഡക്റ്റാണ് ഈ സെയിൽസിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ പ്രോഡക്റ്റ് നെയിം, ഇവിടെ പ്രോഡക്റ്റിൻ്റെ ID, ഇവിടെ ബാച്ച് നമ്പർ, ഇത് 3ഉം വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രോഡക്റ്റ് നെയിം വെച്ച് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രോഡക്റ്റ് നെയിമിൻ്റെ അതിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ ആ പ്രോഡക്റ്റ് നെയിം വെച്ചിട്ടുള്ള സെർച്ച് ഇവിടെ വരും. അതിൽ പ്രോഡക്റ്റ് നെയിം കാണിക്കുന്നുണ്ടാവും, ID ഉണ്ട്, ക്വാണ്ടിറ്റി എത്ര സ്റ്റോക്കിന് ബാക്കി ഉണ്ടെന്നുള്ളത് കാണിക്കും. പർച്ചേസ് പ്രൈസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു സെറ്റിങ്സ് ആണ്, ആ സെറ്റിങ്സ് എനേബിൾ ചെയ്താൽ പർച്ചേസ് പ്രൈസ് കാണും. ദെൻ സെല്ലിംഗ് റേറ്റ്, പിന്നെ MRP, ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത്. നമുക്ക് ഐറ്റം, ഇപ്പോൾ ഈ ഐറ്റം ആണെങ്കിൽ ആ ഐറ്റം സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഐറ്റത്തിൽ ഇനി എത്ര ബാച്ച്, ഏതൊക്കെ ബാച്ചുകളാണ് അവൈലബിൾ എന്നുള്ളത് കാണിക്കും. അതിൽ ആ ഓരോ ബാച്ചിൻ്റെയും റീറ്റെയിൽ റേറ്റ് ഡിഫറെൻ്റ് ആണ്. കണ്ടോ, 150യുടെ പ്രോഡക്റ്റ് ഉണ്ട്, 170യുടെ പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ ആ ഓരോ ബാച്ചും എത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ടെന്നുള്ളതും സിസ്റ്റത്തിൽ കാണിക്കും. ഈ ബാച്ച് ജനറേറ്റ് ആവുന്നത് ഈ റീറ്റെയിൽ പ്രൈസ്, ക്വാണ്ടിറ്റി, പാറ്റേൺ, സീരിയൽ നമ്പർ, എക്സ്പയറി, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഓരോ ബാച്ചും ഏതൊക്കെ കോമ്പിനേഷനിലാണ് ജനറേറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത് അവിടെ കാണാൻ പറ്റും. ദെൻ ഇതിലേതെങ്കിലും ഒരു ബാച്ച് നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യുന്നത്, ആ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൈസും എല്ലാം വരും. അവിടെ നിന്ന് എൻ്റർ ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റിലേക്ക് ആഡ് ആവും. ഇതുപോലെ തന്നെ നമുക്ക് പ്രോഡക്റ്റ് ID വെച്ചും സെർച്ച് ചെയ്യാം. പ്രോഡക്റ്റ് ID വെച്ച് സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഐറ്റംസ് എല്ലാം കാണിക്കുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പുറത്ത് വരും. ഇതിന് ബാച്ച് നമ്പർ ഇല്ലാത്ത ഐറ്റം ആയതുകൊണ്ടാണ് ഇവിടെ ബാച്ച് നമ്പർ കാണിക്കാതെ പ്രോഡക്റ്റ് നെയിം ഫില്ലായതിനു ശേഷം നേരെ ക്വാണ്ടിറ്റിയിലേക്ക് വന്നത്. ഇതും റേറ്റ് ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ 200 റുപ്പീസിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ 200 ആക്കാം. ഇതിന്
ഈ പ്രൈസിന് നമുക്കൊരു ലോക്കിംഗ് പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇന്ന പർട്ടിക്കുലർ പ്രൈസിന് താഴത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ പ്രൈസ് ഇവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ ആ ഒരു പ്രൈസ് വരെ ചേഞ്ച് ചെയ്താലും പോകാവൂ എന്നുള്ള നമ്മളൊരു മിനിമം പ്രോഫിറ്റിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കാം. എൻ്റർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, അടുത്ത ഐറ്റമായിട്ട് ലിസ്റ്റിലേക്ക് ആഡ് ആവും. നമുക്ക് ഡയറക്റ്റ് ഒരു ബാച്ച് നമ്പർ കൊടുത്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് നെയിം കൊടുക്കുന്ന എങ്ങനെയെന്ന് കണ്ടു, പ്രോഡക്റ്റ് ഐ ഡി കൊടുക്കുന്ന എങ്ങനെയെന്ന് കണ്ടു. ഇനി ഡയറക്റ്റ് ഒരു ബാച്ച് നമ്പർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ഈ ബാച്ച് നമ്പർ നമുക്ക് ഡയറക്റ്റായിട്ട് ചൂസ് ചെയ്യാം. ബാർകോഡ് സ്കാൻ ചെയ്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും 2-3 ലെറ്റേഴ്സ്, സീരിയൽ നമ്പറിൻ്റെ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്താലും അതിവിടെ വരും. അത് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റ് നെയിം എല്ലാം സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഗെറ്റ് ചെയ്തോളും. അതിൻ്റെ സെല്ലിംഗ് പ്രൈസും MOP പ്രൈസും അവിടെ വന്ന് നിൽപ്പുണ്ടാവും. എൻ്റർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്ര ഐറ്റംസ്, നമുക്ക് 3 ഐറ്റംസ് വളരെ സിമ്പിളായിട്ട് പ്രോഡക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടുന്ന് അടുത്ത പ്രോസസ്സിലേക്ക് പോകാൻ F6 എന്ന് പറയുന്ന കീ ആണ് പ്രസ് ചെയ്യുക. F6 കീ പ്രസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇത്ര എമൗണ്ട് നമുക്ക് ക്യാഷിലാണ് വന്ന് നിൽക്കുന്നത്. ഡിഫോൾട്ടായിട്ട് ക്യാഷ് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ക്യാഷ് ആണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇവിടുന്ന് വീണ്ടും F6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബില്ല് പ്രിൻറ്റ് ചെയ്തിട്ട് അടുത്ത ബില്ലിലേക്ക് പോയി നിൽക്കും, ഫ്രഷ് ബില്ലിലേക്ക് പോയി നിൽക്കും. അപ്പോൾ അതായത് ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യുന്നു, F6 ഒരു തവണ പ്രസ് ചെയ്യുന്നു, ചേഞ്ചസ് ഒന്നുമില്ല, ക്യാഷ് തന്നെയാണ് മേടിക്കുന്നതെങ്കിൽ വീണ്ടും ഒരു F6 പ്രസ് ചെയ്യുന്നു, ബില്ലിംഗ് കഴിയും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ആ ബില്ലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെയല്ല, ഇതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് കസ്റ്റമർ കുറച്ച് ക്യാഷും കുറച്ച് GPay ആയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ വേറൊരു കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തതെങ്കിൽ നമുക്ക് അതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1,50,350 രൂപയാണ് ഇപ്പോൾ ഇതിലെ എമൗണ്ട്. നമ്മൾ 1,00,000 രൂപയാണ്, 50,000 രൂപ പുള്ളി ക്യാഷ് തന്നു. ദെൻ 1,00,000 രൂപ GPay ആണ് ചെയ്തത്. ഇനി 350 രൂപയും കൂടെ ഉണ്ട്. ആ 350 രൂപ പുള്ളി കാർഡ് സ്വൈപ്പ് ചെയ്തു, 350. ഈ ഇത്രയും കോമ്പിനേഷനിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താണ് ഇയാൾ തന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. കാർഡ് സ്വൈപ്പിംഗ് നമുക്ക് പല മെഷീൻസ് ചിലപ്പോൾ ഉണ്ടാവും, കാർഡ് സ്വൈപ്പിംഗ് മെഷീൻസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് അക്കൗണ്ട് ഹെഡിൽ ആഡ് ചെയ്യുന്ന സമയത്ത് അതിവിടെ ഡിസ്പ്ലേയിൽ വരും. അതേപോലെ ഗൂഗിൾ പേ ഉണ്ട്, GPay ഉണ്ട്, ആമസോൺ പേ ഉണ്ട്. അങ്ങനെ എത്ര കോമ്പിനേഷൻ വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ വൈകിട്ട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഏത് കാർഡാണോ സെറ്റിൽ ചെയ്യുന്നത് ആ കാർഡിൽ എത്ര എമൗണ്ട് വന്നു എന്നുള്ളതൊക്കെ നമുക്ക് റിപ്പോർട്ട് വഴി അറിയാനും പറ്റും. അതുപോലെ ഇപ്പോൾ ചിലപ്പോൾ ഹോം അപ്ലയൻസ്, ഫോണ്, EMI ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലോണ് ചെയ്യാം. അതിലിപ്പോൾ ഏത് കമ്പനിയുടെ ആണെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ആ കമ്പനിയുടെ അക്കൗണ്ട് ഹെഡിലേക്ക് തന്നെ അത് പോസ്റ്റിംഗ് പോകും, അവർ നമുക്ക് ഇത്ര എമൗണ്ട് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ബജാജ് ഫിൻസർവ് ആണെങ്കിൽ അത്, IDFC ആണെങ്കിൽ അത്, അങ്ങനെ നമുക്ക് എല്ലാ കമ്പനിയും ഇവിടെ ആഡ് ചെയ്ത് ഏത് കമ്പനിയുടെ ആണെന്ന് നമുക്കിവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. വാലറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും കമ്പനിയുടെ വാലറ്റ് അല്ലെങ്കിൽ കൂപ്പൺസ് യൂസ് ചെയ്ത് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ കൂപ്പണിലേക്ക് നമുക്ക് അക്കൗണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. പിന്നെ ലാസ്റ്റ് ഫൈനലി ക്രെഡിറ്റ്. ഈ ക്രെഡിറ്റ് നമുക്കിവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്രെഡിറ്റ് കൊടുത്താൽ ഈ കസ്റ്റമർ നമുക്ക് ഇത്ര രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞ് അക്കൗണ്ട്സിൽ പോസ്റ്റിംഗ് പോകും. അക്കൗണ്ടിങ് പാക്കേജ് എടുത്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഡ്ജറും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അറിയാനും പറ്റും. പിന്നെ താഴെ ഒറിജിനൽ, ഡ്യൂപ്ലിക്കേറ്റ്, ട്രിപ്ലിക്കേറ്റ് ഓപ്ഷൻ, ട്രിപ്ലിക്കേറ്റ് ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അതിൻ്റെ താഴെ നമുക്ക് പ്രിൻ്റർ സെലക്ഷൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ഇൻവോയ്സ് നമുക്ക് തെർമൽ പ്രിൻ്ററിലേക്ക് 3 ഇഞ്ച് പ്രിൻ്ററിലേക്ക് പോയാൽ മതി, ചിലത് നമുക്ക് A4ലേക്ക് തന്നെ പോകണം, ചിലത് ഡോട്ട് മാട്രിക്സിലേക്ക് പോകണം. അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്രിൻ്റർ ചൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഓപ്ഷനുണ്ട്, ലേസറാണോ തെർമലാണോ ഡോട്ട് മാട്രിക്സ് ആണോ എന്ന്. ഈ ലേസറിൽ തന്നെ നമുക്ക് ഇങ്ക് ടാങ്കും ഇങ്ക്ജെറ്റും ഒക്കെ ലേസറിൻ്റെ ഓപ്ഷനിൽ തന്നെ, അത് A4 ആണോ എന്നുള്ളതാണ് ഈ ലേസർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തെർമലാണെങ്കിൽ തെർമലിൻ്റെ ഫോർമാറ്റിലേക്ക് പോകും, ഡോട്ട് മാട്രിക്സ് ആണെങ്കിൽ ഡോട്ട് മാട്രിക്സിൻ്റെ ഫോർമാറ്റിലേക്ക് പോകും. ഒന്നും നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ലേസറാണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്, വേറെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു F6 പ്രസ് ചെയ്യുന്നതോടുകൂടി ബില്ല് ജനറേറ്റായി പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് പോവുകയും അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ F6 പ്രസ് ചെയ്യുന്ന സമയത്ത് ഇൻവോയ്സ് ജനറേറ്റായി പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് പോവുകയും അതേപോലെ അടുത്ത ഇൻവോയ്സ്, ഫ്രഷ് ഇൻവോയ്സിലേക്ക് പോയി നിൽക്കുകയും ചെയ്യും. ഇതിപ്പോൾ പ്രിൻ്ററിലേക്ക് പോവുകയാണ്. ഞാൻ F6 കീ പ്രസ് ചെയ്തു. ഇപ്പോൾ ഞാൻ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് PDF-ലേക്കാണ് കൊടുത്തിരിക്കുന്നത്. PDF പ്രിൻ്ററിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് നമുക്കിത് പോകുന്നു. ഞാൻ PDF-ലേക്ക് സേവ് ചെയ്തു. PDF സേവ് ആയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം നെക്സ്റ്റ് ബില്ലിലേക്ക് പോയി നിൽക്കും. ഇത്രയാണ് ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്. ഇതിൽ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുള്ള ഇൻവോയ്സ്, ലാസ്റ്റ് ഇൻവോയ്സ് കാണാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോ ഇൻവോയ്സായിട്ട് ഇങ്ങനെ
നാവിഗേറ്റ് ചെയ്ത് പോകാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻവോയ്സിൻ്റെ സൈഡിൽ ഈ ചെറിയ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഇൻവോയ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടോ ആ ഇൻവോയ്സ് ഇവിടെ കാണിക്കും. അവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി കസ്റ്റമർ പിന്നെ വന്നിട്ടൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ് പ്രിൻ്റ് വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് കസ്റ്റമറിൻ്റെ പേര്, അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം വെച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്ത് ഇൻവോയ്സ് വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാം. ഇത്രയാണ് ഇൻവോയ്സിനെ പറ്റി പറയാനുള്ള ബേസിക് കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കി കുറേ ഡീറ്റെയിൽസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് വഴിയെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം.